POC ബൈബിൾ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പുതിയ നിയമ പകർത്തെഴുത്തിൽ പങ്കെടുത്ത് മാതൃകയായി ആലുവ സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ദേവാലയം. 85 ഇടവകക്കാർ മാത്രമുള്ള ഈ ഇടവകയിൽ നിന്ന് വ്യക്തികളായും കുടുംബങ്ങളായും സംഘടനകളായും 15ഓളം പുതിയ നിയമ ബൈബിളുകളാണ് പകർത്തി എഴുതിയത്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. കാരണം വചനമാണ് മാംസമായത്. ആ മാംസമായ വചനമാണ് അക്ഷര താളുകളിലായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. വിശുദ്ധ കുർബാനയും വചനവും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. കാരണം പരിശുദ്ധ കുർബാന തന്നെയാണ് വചനം, വചനം തന്നെയാണ് വിശുദ്ധ കുർബാന. അത്രമാത്രം ക്രൈസ്തവ ജീവിതത്തിൽ വചനത്തിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ആലുവ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ ഏതാണ്ട് 85 കുടുംബങ്ങളാണുള്ളത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുരാതനമായ ഒരു ദേവാലയമാണിത്. ഇവിടെ 15 ദൈവമക്കൾ ദൈവവചനം, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗം പകർത്തി എഴുതി എന്നുള്ളതാണ്. കാരണം വചനം പകർത്തി എഴുതുക എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ കുറിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഈ പകർത്തി എഴുതിയ എല്ലാ മക്കളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇത് വലിയ ഒരു മാതൃകയാണ്, മറ്റുള്ളവർക്ക് വലിയൊരു സാക്ഷ്യമാണ്. കാരണം ദൈവവചനമാണല്ലോ നമ്മുടെ ജീവശ്വാസം, അതാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടി, വെളിച്ചം. അപ്പോൾ അത് പകർത്തി എഴുതാനുള്ള മനസ്സ് കാണിക്കുക എന്ന് പറയുമ്പോൾ സഭയോടും വചനത്തോടും പരിശുദ്ധ കുർബാനയോടുമൊക്കെയുള്ള ഒരാദരവായിട്ട് നമ്മളതിനെ കാണണം. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയുണ്ട്. അത് വചനത്തിലൂടെയാണ്, പ്രത്യേകിച്ച് കുടുംബത്തിൽ അവിടുന്ന് സന്നിഹിതനാകുക. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യ ശതാബ്ദി പ്രമാണിച്ച് ഈ വർഷം വചനവർഷമായി ആഘോഷിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരം ഒരു പകർത്തി എഴുതൽ എല്ലാ പള്ളികളിലും നടക്കുന്നത്. ഈ ഇടവകയിൽ ചെറിയ ഒരു ഇടവകയാണെങ്കിലും വളരെ താല്പര്യത്തോടുകൂടി ബഹുമാന്യനായ ആറ്റുമാലിൽ തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ആ ശുശ്രൂഷ നടക്കുകയാണ്. ഹൃദയപൂർവ്വം ഇടവകയിലുള്ള ഓരോ കുടുംബത്തെയും ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും സിസ്റ്റേഴ്സിനെയും അഭിനന്ദിക്കുന്നു. ഇത് ജീവിതത്തിൻ്റെ വലിയൊരു നിയോഗമാണ്. വചനം ജീവിതത്തിൽ കാത്തു പരിപാലിക്കുന്നതിൻ്റെ, സൂക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ്. എല്ലാവിധമായ നന്മകളും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മാർച്ച് മാസം 2-ാം തീയതി മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ അഭിവന്യ യുഹാനോൻ മാർ തിയഡോഷ്യസ് മെത്രാപ്പോലീത്ത ആലുവ സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ഇടവകയിലെ പകർത്തിയെഴുതിയ ബൈബിളുകൾ ആശീർവദിച്ചു നൽകി. ബൈബിൾ പകർത്തിയെഴുതാൻ ഇടവക അംഗങ്ങൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകിയത് ഇടവക വികാരി ഫാദർ ജിനോ ആറ്റുമാലിലാണ്. ബൈബിൾ പഠനം, ലോഗോസ് ക്വിസ് മത്സരത്തിലെ സജീവ പങ്കാളിത്തം എന്നിങ്ങനെ വചനാധിഷ്ഠിത കാര്യങ്ങളിൽ സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ഇടവക എപ്പോഴും മാതൃകയാണ്. ആലുവ സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 15ഓളം കുടുംബങ്ങൾ വിശുദ്ധ ബൈബിളിൻ്റെ പുതിയ നിയമഭാഗം പകർത്തി എഴുതി. ജീവിക്കുന്ന വചനമായ ക്രിസ്തുവിനെ തങ്ങളുടെ വ്യക്തിജീവിതത്തിൽ സ്വാംശീകരിക്കാൻ ആ വചനം സ്വന്തം കൈകൾ കൊണ്ട് പകർത്തി എഴുതി അനുഗ്രഹം പ്രാപിച്ച 15ഓളം കുടുംബങ്ങൾ. സൺഡേ സ്കൂൾ അധ്യാപകരും കുട്ടികളും ബൈബിൾ പകർത്തി എഴുതുന്നതിൽ പങ്കാളികളായി. മറ്റ് അപ്പോസ്ലേറ്റുകളും ബൈബിൾ പകർത്തി എഴുതുന്നതിൽ പങ്കാളികളായി. ആലുവ സെൻറ്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തെ സംബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജോലിക്കായിട്ട് വന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ച ഒരു ദേവാലയമാണ് ഈ തോട്ടയ്ക്കാട്ടുകര സെൻറ്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ദേവാലയം. വചനം വായിക്കുവാൻ, അതുപോലെ തന്നെ വചനാധിഷ്ഠിത ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ അവർ പണ്ട് മുതലേ ശ്രമിച്ചിരുന്നു. ലോഗോസ് പരീക്ഷ എഴുതുന്നതിൽ 95% ആളുകളും അതിൽ താല്പര്യമുള്ളവരാണ്. അതുപോലെ തന്നെ വചനം കൂടുതൽ പഠിക്കുന്നതിന് നിരവധി വചനാധിഷ്ഠിത കോഴ്സുകളിൽ അവർ പങ്കുചേരുന്നു. ഈ ഒരു ഇടവക വചന വർഷത്തിൽ 15 ബൈബിൾ
പകർത്തിയെഴുതിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അവരെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. വചനത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുറേ കാലമായിട്ട് ലോഗോസ് കിഡ്സിലൂടെയുമൊക്കെ വചനം പകർത്തെഴുതാനായിട്ട് പല പ്രാവശ്യം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതിന് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. ഇത് തുടർന്നിട്ട് എനിക്ക് ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു. എൻ്റെ കണ്ണ് രണ്ടിനും ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അതിൻ്റെ എല്ലാ ഇടയിലും എന്തോ ഒരു ശക്തി നമ്മളെ ഇത് എഴുതാൻ പ്രേരിപ്പിക്കുന്ന പോലെയായിരുന്നു. അങ്ങനെ എഴുതി തീർന്ന് എനിക്ക് ജീവിതത്തിൽ ഒത്തിരി വലിയ ഒരു അനുഭവമായിരുന്നു. അതിലെല്ലാം ഉപരി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞങ്ങളുടെ പള്ളിയിലെ ഒരു ആൻറ്റി ഇന്നലെ മരിച്ചു. ആൻറ്റി ക്യാൻസർ രോഗിയായിരുന്നു. അപ്പോൾ ആൻറ്റി ഇതുപോലെ വചനത്തോട് ഭയങ്കര അതിയായ ദാഹമുള്ള ആളാണ്. അപ്പോൾ ആൻറ്റിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൻറ്റി കൈക്കൊക്കെ വേദനയുണ്ട്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ കൈക്ക് വേദനയൊക്കെ. അപ്പോൾ ആൻറ്റി പറഞ്ഞു എനിക്ക് ഈ വചനം ഇതൊന്ന് എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് തുറന്നു. പക്ഷെ ഞങ്ങളുടെ ഇടവകയിൽ ഏറ്റവും ആദ്യം വെറും 3 മാസം കൊണ്ട് ആൻറ്റി അത് എഴുതി കഴിഞ്ഞു. ആൻറ്റി അനുഭവം പറയുന്നത് ഞാനിപ്പോൾ എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കുക. ആൻറ്റി പറയുന്നത് എന്നെ പരിശുദ്ധാത്മാവ് കൈ പിടിച്ച് ഇത് എഴുതിച്ചതുപോലെയാണ് ഞാനിത് ഓരോ പേപ്പർ എഴുതിയത്. അങ്ങനെ ആൻറ്റി ഏറ്റവും ആദ്യം വചനം എഴുതി ഇത് ചെയ്തു. ആൻറ്റിക്ക് ഇങ്ങനെ ഇതിൻ്റെ പ്രകാശനം ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ആൻറ്റി വീട്ടിൽ വെച്ചേക്കാം ബൈബിള്. ആൻറ്റി ഇന്നലെ രാവിലെ നമ്മളോട് വിട വാങ്ങുകയും ചെയ്തു. അതൊരു വലിയ എനിക്ക് ഭയങ്കര ഒരു പ്രേരക ശക്തിയായിരുന്ന ഒരു ആൻറ്റിയാണ് അത്. ആ ആൻറ്റിയുടെ കാര്യം കൂടി ഞാനിവിടെ പറയാം. ഇത് എനിക്ക് ഭൗതികമായൊരു നേട്ടവും ഞാൻ നിയോഗം വെച്ചിട്ടില്ല. എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട്, വചനത്തെ സ്നേഹിക്കാനായിട്ട്, മക്കളുടെയൊക്കെ നല്ല വളർച്ച, അതായത് ആത്മീയമായ വളർച്ചയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് എഴുതാനായിട്ട് നിയോഗം എഴുതി വെച്ചത്. അത് തമ്പുരാൻ അതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം.